പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിർത്താല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. മുന്നേ ഞാനത് ഉദ്ഘാടനം കഴിഞ്ഞ വേക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഓരോരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഒന്നുകൂടി അത് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഇപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിലേക്കുള്ള വഴി. ഇത് എടപ്പാൾ കൂറ്റനാട് റോഡാണ്. അപ്പോൾ എടപ്പാളിൽ നിന്ന് വരുന്നവർക്കും കൂറ്റനാട് വരുന്നവർക്കും ഈ ഒരു ഭാഗത്താണ് ഇറങ്ങുക. അപ്പോൾ ഈ ഇറങ്ങണോടത്ത് തന്നെ 2 വഴികളുണ്ട് കേട്ടോ കോളേജിലേക്ക് കയറാൻ. അപ്പം ഞാനും അന്ന് ആ ഉദ്ഘാടനം കഴിഞ്ഞ വഴിക്ക് ഇത് വന്ന് വീഡിയോ എടുത്ത് പോയതാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരാറുമില്ല. ഉന്തിയന് റോഡിൽ കൂടെ കയറാം. നമ്മളിപ്പോൾ ഞാൻ വന്ന ഈ വഴിയും കയറാം, 2 വഴി കൂടിയും കയറാം. രണ്ടും ഒരേ ഭാഗത്ത് തന്നെയാണ്. ഇങ്ങനെയാണത് മുകളിലേക്ക് പിന്നെ ഇങ്ങനെ കുറച്ചാണ്ട് കയറി പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചോദിച്ചത് കാരണം ഒന്നും കൂടി വീഡിയോ പിടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ചെറിയ പെരുന്നാൾക്ക് വന്നപ്പോൾ എടുത്ത് വെച്ചതാണ് വീഡിയോ. എഡിറ്റ് ചെയ്യാൻ മടിച്ചിട്ട് അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ സ്കൂൾ ഓപ്പൺ ആവേണ്ട ടൈം ആയി നോക്കുമ്പോൾ പിന്നെയും ഒരുപാട് പേര് മെസ്സേജ് അയക്കണുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ കണ്ടവരൊക്കെ കാണാത്തവർക്ക് കൂടി മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ റബ്ബറുള്ള ഒരു കാട് പോലെ കിടന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് കുറേ റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ടൊരു വെളിച്ചം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അന്ന് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ആ കെട്ടിടങ്ങളൊക്കെ അന്ന് പണി നടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കെട്ടിടത്തിൻ്റെ ഫുൾ വീഡിയോസ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ കാണിക്കണില്ല. പിന്നെ ഒന്നാമത് അന്നെന്ന് പറഞ്ഞത് ഉദ്ഘാടനം കഴിഞ്ഞ സമയത്തൊക്കെ ഓപ്പണായി കിടക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ കയറി വീഡിയോസ് എടുക്കാനും ഒക്കെ നല്ലൊരു സൗകര്യമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയത് കാരണം എല്ലാ കെട്ടിടങ്ങളും പൂട്ടിക്കെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് എടുത്ത് പോകാനുള്ള പറ്റണുള്ളൂ. ഉള്ളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കയറി എടുക്കാനൊന്നും പറ്റണില്ല. എടപ്പാൾ അതേപോലെ കൂറ്റനാട് ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ വഴിയാണ് കോളേജിലേക്ക് വരാനുള്ളത്. അപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ഒരു ദൂരമുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബിൽഡിങ് നമ്മളോട് കഴിഞ്ഞ് പോകുന്നു കേട്ടോ. ആ ബിൽഡിങ് ഞാൻ പറഞ്ഞില്ല, മുന്നേ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് 1 ഇയർ എഗോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാനതിൻ്റെ ലാസ്റ്റിലെ വീഡിയോ കൊടുക്കുക. അപ്പോൾ കാണാത്തവരത് ഡീറ്റെയിൽഡ് ആയിട്ട് അത് കാണുക. പിന്നെയും ഞാനത് ഇടണില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകും. അപ്പോൾ ഇത് ക്യാൻറ്റീനാണ് കോളേജിൻ്റെ. ഇതെന്താണെന്ന് ഞങ്ങൾക്കും അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ക്യാൻറ്റീൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാൻറ്റീനാണ്. ഇത് അതിൻ്റെ ബാക്ക് വശമാണ്. നമ്മൾ ഫസ്റ്റ് വന്ന് കണ്ട അതിൻ്റെ ബാക്ക് ഭാഗമാണ് ഇതൊക്കെ കേട്ടോ. ഇതിൻ്റെ ബാക്കിലേക്ക് താഴേക്ക് പിന്നെ നിറയെ പാടങ്ങളും ഇതൊക്കെയാണ് കാണുന്നത്. അവിടെ വീടുകളൊന്നും അങ്ങനെ കാണാനില്ല. ഇതാണ് ക്യാൻറ്റീന്. പിന്നെ ഇത് എല്ലാതും പറഞ്ഞില്ലേ നേരത്തെ പോലെ പൂട്ടിക്കെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും പിടിച്ച് കാണിച്ച് തരാം. അപ്പോൾ ഒരുപാട് പേര് എങ്ങനെയാണ് കോളേജ് അതിലേക്കുള്ള വഴി എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഒരുപാട് പേര് അറിയാത്തവരുണ്ട്. അപ്പോൾ മെസ്സേജ് അയക്കണുണ്ട് ഒരുപാട് പേര്. അപ്പോൾ വേണമെന്നുള്ളവർ വീഡിയോയിൽ കണ്ടതിനേക്കാട്ടും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എനിക്ക് അറിയണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ വന്ന് പോണത്. അതുകൊണ്ട് നമുക്ക് അറിയണ കാര്യങ്ങൾ നമ്മൾ പറ്റണ പോലെ അന്വേഷിച്ചിട്ട് നമ്മൾ പറഞ്ഞു തരും. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങൊക്കെ അന്ന് വരുമ്പോൾ പണി നടക്കുകയായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും ഇത് ഹോസ്റ്റലാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഹോസ്റ്റൽ ഇവിടെ ഇല്ല. അങ്ങനെയും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഹോസ്റ്റൽ സൗകര്യം ഇവിടെ ഇല്ല. അത് നമ്മൾ പുറത്ത് പൈസ കൊടുത്തിട്ട് നമ്മൾ റൂം എടുത്ത് നിൽക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഹോസ്റ്റൽ സൗകര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതേപോലെ ഇപ്പോൾ 2 ബിൽഡിങ്ങുകളാണ് അന്ന് ഞാൻ കാണിച്ച വീഡിയോനെക്കാട്ടും പുതിയതായിട്ട് 2 ബിൽഡിങ്ങുകളാണ് കയറിയിട്ടുള്ളത്. ആ 2 ബിൽഡിങ്ങുകളും ക്ലാസ്സുകളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊക്കെ ജനലൊക്കെ അടച്ചിട്ട കാരണം നമുക്കൊന്നും ഉള്ളിൽ കാണിച്ചു തരാൻ പറ്റണില്ല. അതിൽ എവിടെയോട്ടും 1-2 ജനൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒരു ഗ്ലാസിൻ്റെ ജനൽ അടച്ചിട്ടുണ്ട്. നല്ല ജനലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതാണിത്. പിന്നെ ഇത് ഈ ബിൽഡിങ് ഈ 2-3 കോളേജിൻ്റെ ഈ കെട്ടിടങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ ഈ പരിസരത്തൊക്കെ. വീടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് താഴത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് താഴത്തെ റോഡിനൊക്കെ നിറയെ വീടുകളുണ്ട്. പക്ഷേ ഈ ചുറ്റുവട്ടത്ത് വേറെ വീടുകളൊന്നുമില്ല.
പിന്നെ കയറി വരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു വീടുണ്ട്. കല്യാണത്തിൻ്റെ മുന്നൊക്കെ എപ്പോഴും ഇങ്ങോട്ട് വരലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ അവിടെ റബ്ബർ എടുക്കാൻ വരുന്ന ആൾക്കാർ അവരുടെ ഫാമിലി അങ്ങനെ ചെറിയൊരു ഷെഡിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീട് പോലൊക്കെ ആയിട്ട് ഉണ്ട്. ഇങ്ങോട്ട് കയറുന്ന ഭാഗത്ത് തന്നെ ഇവിടെ അസംബ്ലി പോയിൻ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ലൈബ്രറിയാണ് പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൽ ഉള്ളത്. കാര്യമായിട്ട് നമ്മൾ ജനറലിൽ കൂടെ കണ്ടതാണ്. പിന്നെ ഇനി ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നേരെ ഒരു വഴിയുണ്ട്. അപ്പം നമ്മൾ കയറി വന്ന വഴിയിൽ കൂടെ എടപ്പാൾ, കൂറ്റനാട് അങ്ങനെ പട്ടാമ്പിന്ന് നേരിട്ടിട്ട് ഒറ്റ ബസ്സിന് ഇങ്ങോട്ട് കയറുക സുഖം. എടപ്പാൾ കൂറ്റനാട് ആ റോഡിന് നമുക്ക് നേരിട്ട് നമുക്ക് കോളേജിൻ്റെ 5 മിനിറ്റ് കൊണ്ട് നടക്കണമെന്നേ ഉള്ളൂ. കോളേജിൻ്റെ അടുത്ത് വന്ന് നമുക്ക് ഇറങ്ങാം. ഇത് പിന്നെ ഈ ബിൽഡിങ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടൊരു വഴിയുണ്ട്. നേരെ മേലക്കന്നെ ഒരു വഴിയുണ്ട്. അതിയാനും ഈ ഭാഗത്ത് ഇപ്പോൾ വി കെ കടവ്, അതേപോലെ എന്താണ് പറയുക പട്ടാമ്പി വി കെ കടവ് ഈ റോഡിന് വരുന്ന ആൾക്കാർക്ക്, പട്ടാമ്പി തീർത്താല വി കെ കടവ് ഈ റോഡിന് വരുന്ന ആൾക്കാർക്ക് ഈ വഴി കൂടെയാണ് വരിക. അവർക്ക് എളുപ്പം പട്ടാമ്പി ആ ഭാഗത്തുനിന്ന് നേരെ ആലൂർ കയറി ആലൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് മല, കക്കാരി, കാശാമുക്ക് അങ്ങനെ ആ വഴി വരുന്ന ബസ്സുണ്ട്. ആ ബസ്സിന് വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വഴി കൂടെ കയറി വരാം. അപ്പോൾ എന്താ പറയുക, ഇതിനൊക്കെ ചെറിയ വഴികളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങോട്ട് വരാത്ത കാരണം പിന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വഴി നേരെ ഇനിയിപ്പോൾ ആ മെയിൻ റോഡിലേക്ക് എത്തുമോ, അത് എങ്ങടെ എത്താമെന്നും അറിയില്ല. പക്ഷെ ഇത് നേരെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അമ്പലമാണ്. ഈ നിറയെ പരന്ന് പിടിച്ച് ഒരു ഗ്രൗണ്ടിലേക്കാണ് എത്തുക. അവിടെ ഒരു അമ്പലമാണ്, മല അയ്യപ്പൻ കുന്ന് അമ്പലം എന്ന് പറയും. ഇത് കെട്ടിയ സമയത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അവിടെ. അവിടേക്കാണ് എത്തുക. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് കയറി വരാനും ഈ കോളേജിലേക്ക് വരാനൊക്കെ ഉള്ള ഒരു വഴിയുണ്ട് ഇവിടെ. അപ്പം മല റോഡ് എത്തണതിൻ്റെ മുന്നേ ഇവിടെ അങ്ങനെ ഒരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഈ ആ റോഡ് നേരെ വന്ന ഈ പടി ഇറങ്ങി ചെന്ന അവിടെ റോഡുണ്ട്. അവിടെ നിറയെ വീടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് കുറേ പടികളുണ്ട് ഇതിൽ. ഇതിനും കോളേജിലേക്ക് വരാം കേട്ടോ. പട്ടാമ്പി തീർത്താല വി കെ കടവ് ആ ഭാഗത്തുള്ള റോഡിന് വരികയാണെന്ന് വെച്ചെങ്കിൽ അതേപോലെ പടിഞ്ഞിറങ്ങാട് ഇങ്ങോട്ട് കഴിഞ്ഞ് ആലൂരിൻ്റെ ഇടയിലുള്ള ആൾക്കാർക്കൊക്കെ ആലൂർക്ക് ബസ് കയറിയിട്ട് ഇങ്ങനെ മല, കക്കാറ്റി, കാശാമുക്ക് വഴി വരുന്ന ഈ ബസ് തന്നെയാണ് എളുപ്പം. അത് 2 ബസ് അരമണിക്കൂർ കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. എല്ലാ ടൈമിലും ബസ്സില്ല. അപ്പോൾ 1-2 വട്ടമൊക്കെ വന്നാൽ പിന്നെ നമുക്ക് ആ ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ആ ടൈമിലേക്ക് നമുക്ക് എത്തിച്ചേർന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് സ്ഥലമൊക്കെ പറയുമ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ഇത് എന്താണെന്നൊക്കെ തോന്നും. അപ്പോൾ ആരും അങ്ങനെയൊന്നും കമൻ്റ് ഇടണ്ട. ഒരുപാട് പേര് ദൂരത്തുള്ള ആളുകളാണ് മെസ്സേജ് അയക്കുന്നത്. എന്താ വെച്ചെങ്കിൽ കോളേജല്ല, അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ സ്ഥലം ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാലും അവർക്ക് ഈ സ്ഥലങ്ങളൊന്നും പരിചയം ഉണ്ടാവില്ല. എന്നാലും ഒരു ചെറിയൊരു രൂപം നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക. ഇത് ലൈബ്രറിയാണ്. ഇത് ഇതേപോലെ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നൊക്കെ പറഞ്ഞ പെരുന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ടൊക്കെ വരലുണ്ട്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഇതേപോലെ കഴിഞ്ഞ വർഷത്തിലൊന്ന് വന്നു. പിന്നെ ഇതാ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും പെരുന്നാളായിട്ട് വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വരാമെന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് വരാൻ ടൈം ആയോക്കുമ്പോഴത്തേനും ഓരോരുത്തർ കാരണങ്ങളായിട്ട് അങ്ങനെ ലാസ്റ്റ് 2-3 പേര് മാത്രമായി. അപ്പോൾ ഈ കുറച്ചാളായിട്ട് ഇത്ര നേരം വൈകിട്ട് ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം പോവുകയാണ്. അപ്പോൾ ഈ ട്രെയിൻ മാർഗം ഉണ്ടോ ഇങ്ങോട്ട് വരാനെന്ന് ചോദിച്ച് കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് ട്രെയിനില്ല. പട്ടാമ്പി ട്രെയിനിൽ വന്നിട്ട് അവിടുന്ന് നേരിട്ട് പട്ടാമ്പി കൂറ്റനാട് എടപ്പാൾ ബസ്സിന് കയറുകയാണെന്ന് വെച്ചെങ്കിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു ബസ് കയറി അങ്ങോട്ട് എത്തും. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. നമുക്ക് കുറച്ച് നേരമൊക്കെ വന്നിരുന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഞങ്ങളങ്ങനെ വന്നിരിക്കാറുണ്ട് മുന്നേ കേട്ടോ. പിന്നെ അതേപോലെ മലപ്പുറം ആ ഭാഗത്തുള്ളവർ എങ്ങനെ വരിക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തുള്ളവരൊക്കെ എടപ്പാൾക്ക് നേരിട്ട് ബസ് കിട്ടാൻ സൗകര്യമുള്ള ആൾക്കാരൊക്കെയാണ് വെച്ചെങ്കിൽ എടപ്പാൾക്കൊരു ബസ് കയറിയാൽ എടപ്പാളിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് ബസ്സുണ്ട്. അതേപോലെ പട്ടാമ്പിക്ക് നേരിട്ട് ബസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പറ്റുന്നവരാച്ചെങ്കിൽ പട്ടാമ്പിയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് ബസ്സുണ്ട്. അപ്പം ഇനി താഴത്തേക്ക് എത്താനായിട്ടോ. ഇവിടെയാണ് ഒരു വീടുണ്ടെന്ന് പറഞ്ഞ് കയറി പോണ ഭാഗത്ത് ചെറിയൊരു വീട്.
അതേപോലെ കുന്നംകുളം ഗുരുവായൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കൂറ്റനാടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നേരിട്ട് കൂറ്റനാട് എടപ്പാൾ റോഡിന് ബസ് കയറുകയാണെന്ന് വെച്ചെങ്കിൽ ഇതേ നമ്മൾ നേരെ കാണണം, അവിടെ ബസ് ഇറങ്ങുക, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ചെയ്താലും മതി, വിളിക്കണം എന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഒരുപാട് പേര് ഈ കോളേജിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ബസ് സ്റ്റോപ്പിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി ഇപ്പുറത്തെ സൈഡിൽ കൂടിയും വഴിയുണ്ട്. ഏത് വഴിയിൽ കൂടെ കയറിയാലും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം കേട്ടോ.